ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ ചിലപ്പോൾ കാണാൻ പോകാറില്ല. അവർക്ക് എന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റായി കിടക്കുന്നു എന്ന് പറയുമ്പോൾ മാത്രം കാണാൻ പോകും. വയസ്സായവരെ നമ്മൾ ഒട്ടും തിരിഞ്ഞ് നോക്കാറുമില്ല. പക്ഷെ വയസ്സായിരിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ പ്രവർത്തിച്ച, നമുക്കിഷ്ടമുള്ള നമ്മുടെ ബന്ധുക്കളെ ഒക്കെ വല്ലപ്പോഴൊരിക്കൽ കാണാൻ പോകുന്നതിൽ തെറ്റൊന്നുമില്ല. പല മോളിലൊക്കെ കയറി കറങ്ങി നടക്കാനുള്ള സമയമുണ്ട്, തിയേറ്ററിൽ പോയി ഇരിക്കാനുള്ള സമയമുണ്ട്, മൊബൈൽ കുത്തിയിരുന്ന് സിനിമ കാണാനുള്ള സമയമുണ്ട്. ഇതിനിടയ്ക്ക് അല്പനേരമെങ്കിലും നമുക്കിഷ്ടപ്പെട്ട, നമ്മളുമായി പരിചയപ്പെട്ട നമ്മുടെ ബന്ധുക്കളെ, സുഹൃത്തുക്കളെ ഒന്ന് വീട്ടിൽ പോയി ഒന്ന് കാണുന്നത് നല്ലതല്ലേ എന്നൊരു ചോദ്യം. കാരണം ഇപ്പോൾ ഒരു മരണവാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ ആ മരണവാർത്ത കേട്ട ഉടനെ നമ്മുടെ പ്രതികരണം എന്താണ് എന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരാൾ മരിച്ചപ്പോൾ നാം ഉടനെ ചോദിക്കുന്നത് എപ്പോഴായിരുന്നു? അതാദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ബോഡി എപ്പോൾ എടുക്കും? എടുത്തിട്ട് വേണം എനിക്കൊന്ന് പോയി കാണാൻ. ജീവിച്ചിരിക്കുന്ന സമയത്ത് കാണാൻ വയ്യ. എല്ലാവരുടെയും ചോദ്യം ഇതാണ്, ബോഡി എപ്പോൾ എടുക്കും? ആ ബോഡി എടുക്കുന്ന സമയം പറഞ്ഞാൽ നമ്മളവിടെ പോയി കണ്ടാൽ ആ മരിച്ചു കിടക്കുന്ന വ്യക്തി നിങ്ങൾ വന്നു എന്ന് അറിയുന്നുണ്ടോ? അല്ല അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? എല്ലാവരും നിൽക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളും പോയി നിന്നു, ബോഡി കണ്ടു, നമസ്കരിച്ചു, പുറത്തു വന്നു, അത്ര തന്നെ. ചിലപ്പോൾ അവരുടെ മക്കളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുവാൻ ചിലപ്പോൾ സന്ദർഭം കിട്ടിയെന്ന് വരാം. എന്നാൽ എന്തായിരുന്നാലും ഭാര്യയാണോ അല്ലെങ്കിൽ ഭർത്താവാണോ അവരുമായിട്ട് ചിലപ്പോൾ സംസാരിക്കാൻ സമയം കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ അതിനേക്കാൾ നല്ലതല്ലേ നമ്മൾ ഈ ബോഡി എപ്പോൾ എടുക്കും എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ജീവിച്ചിരിക്കുമ്പോൾ അവരെ വല്ലപ്പോഴൊരിക്കൽ പോയി കാണാം. ഇനി ദൂരദേശങ്ങളിലാണെങ്കിൽ പോലും ഇപ്പം നമുക്ക് എന്തെല്ലാം ആധുനിക സൗകര്യങ്ങളുണ്ട്. ഇൻ്റർനെറ്റുണ്ട്, വീഡിയോ കോളുണ്ട്. അപ്പോൾ വീഡിയോ കോളിലെങ്കിലും ഒന്ന് വിളിച്ച് എങ്ങനെയുണ്ട്, സുഖമാണോ എന്നുള്ളത് ചോദിക്കാൻ നാം പലരും മടിക്കുന്നു. ബന്ധങ്ങൾക്കൊന്നും നാം വില കൊടുക്കുന്നില്ല എന്നർത്ഥം. പ്രത്യേകിച്ച് നമ്മുടെ മക്കളും മക്കളുടെ മക്കളും. അവരെയെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ട കാര്യങ്ങൾ മൂത്തവരുടെ അല്ലെങ്കിൽ രക്ഷകർത്താക്കളുടേതാണ്. ഇന്ന് യുവതലമുറ ഇതിൽ നിന്നെല്ലാം മാറി ഒരു വ്യത്യസ്തമായ ഒരു വഴിയിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരിക്കലും സഞ്ചരിക്കാൻ അനുവദിക്കരുത്. നമ്മുടെ വിവാഹ കാർഡ് കിട്ടുമ്പോൾ വിത്ത് ദ ബെസ്റ്റ് കോംപ്ലിമെൻറ്റ്സ് ഫ്രം എന്ന് പ്രിൻ്റ് ചെയ്തിട്ട് താഴെ അടിച്ചിരിക്കുന്നത് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. അങ്ങനെയല്ല ആകേണ്ടത്, റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ്. ഇപ്പോൾ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് എന്ന് വയ്ക്കാൻ കാരണങ്ങളുണ്ട്. എന്നിരുന്നാലും അതിനേക്കാൾ നല്ലതല്ലേ റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ്? അപ്പോൾ നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ ഇവരെയൊക്കെ കാണുക, അവരുടെ വീട്ടിൽ പോവുക, അവരുടെ ആരോഗ്യം, ഫാമിലി, ഇതൊക്കെ ഒരു അല്പനേരം സംസാരിച്ചിട്ട് തിരിച്ചു വരിക. പൊതുവെ ഇപ്പോൾ നമ്മൾ കാണുന്നത് കല്യാണത്തിന് ഇവരെയൊക്കെ ചിലപ്പോൾ കണ്ടുവന്ന് വരാം. അന്ന് ആ ഒരു ബന്ധം പങ്കുവയ്ക്കുന്നു എന്നുള്ളതല്ലാതെ, ഓർമ്മ പുതുക്കുന്നു എന്നുള്ളതല്ലാതെ അതിൽ കവിഞ്ഞ് നമ്മളൊന്നും തന്നെ ചെയ്യാറില്ല. അപ്പോൾ അതിനേക്കാൾ ഉപരി ഇങ്ങനെ നമ്മുടെ കുടുംബത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിൽ തന്നെ വയസ്സായ ധാരാളം പേർ കിടക്കയിൽ നിന്നും എഴിക്കാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ എത്രയോ പേരുണ്ട്. അങ്ങ് അകലെയല്ലെങ്കിലും വീടിനടുത്തായിരുന്നാലും അല്ലെങ്കിൽ അപ്പുറത്തെ ജില്ലയിലായിരുന്നാലും ഒന്നുപോയി കണ്ടുകൂടെ? സെക്കൻഡ് സാറ്റർഡേ സൺഡേ ഒക്കെ നമുക്ക് അനുവദിച്ചിരിക്കുന്ന അതിനു വേണ്ടിയല്ലേ? അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു അഭ്യർത്ഥന, നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുമ്പോൾ ഇവരെയൊക്കെ കാണുക, ആ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക, മുറുകെ പിടിക്കുക. എപ്പോഴും ഞാൻ പോകണമെന്ന് പറയുന്നില്ല, വല്ലപ്പോഴേക്കും ഒന്ന് പോയി കണ്ടുകൂടെ? അത് നിങ്ങൾ ഒരു ലിസ്റ്റ് എടുക്കാൻ തന്നെ ഒരു 10-25 പേര് നിങ്ങൾക്ക് കാണാനുണ്ടാകും. അതിൽ ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ കണ്ട് വന്നാൽ മതി. അല്ലാതെ മരിച്ചതിന് ശേഷം പോയി കണ്ടിട്ട് യാതൊരു പ്രയോജനവുമില്ല. മരിച്ചത് ഗോപാലകൃഷ്ണനാണെങ്കിൽ ഗോപാലകൃഷ്ണൻ അവിടെ ഇല്ല, ഗോപാലകൃഷ്ണൻ്റെ ബോഡി മാത്രമേ അവിടെ ഉള്ളൂ. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇനി എപ്പോൾ എടുക്കും എന്നുള്ള ചോദ്യത്തിനും ഒരു പ്രസക്തിയില്ല. ഇനി അങ്ങനെ ചോദിക്കരുതേ. പോകണമെന്നുണ്ടെങ്കിൽ പോയി നമുക്ക് ബോഡി ചെന്ന് നമുക്ക് കാണാം. ഇനി ക്രിമേഷൻ ആണെന്നുണ്ടെങ്കിൽ പണ്ട് ധാരാളം പേർ ആ ക്രിമേഷൻ സമയത്ത് പങ്കെടുക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല, വളരെ കുറച്ച് പേർ മാത്രം. അതുപോലെ വായ്ക്കരി ഇടുന്നവർ എത്രയോ പേരുണ്ടായിരുന്നു, അതുമില്ല. ആകെ 4-5 പേര് മാത്രമേ വായ്ക്കരി ഇടാറുള്ളൂ. ഓക്കെ, അതൊക്കെ അവരവരുടെ ഇഷ്ടം. എന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട് ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ ആ ഗ്രാമത്തിലെ ഒട്ടുമുക്കാൽ ആൾക്കാരും
ആ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാറുണ്ട്. ഇതുപോലെയൊക്കെ വന്ന് അന്വേഷിക്കാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോൾ എടുക്കും എന്ന് ചോദിക്കരുത്. അതിനേക്കാൾ നേരിട്ടിൽ പോയി സമയം കിട്ടുമ്പോൾ ഒന്ന് കാണുന്നതല്ലേ നല്ലത്.